സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഇന്ന് UDF ഹർത്താലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ 5000-ഓളം കള്ളവോട്ട് CPM ചെയ്തെന്നും 10,000-ത്തിലധികം കോൺഗ്രസ് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും ആരോപിച്ചാണ് ഹർത്താൽ. പോലീസ് CPMന് കൂട്ടുനിന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഹർത്താലുമായി സഹകരിക്കില്ലെന്നും കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു അവിടുത്തെ ഹർത്താൽ? അവിടെ ഈ കടകളൊക്കെ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഈ സാധാരണഗതിയിലുള്ള അത്ര കടകൾ തുറക്കുന്ന ഒരു ദിവസമല്ല. ഓഫീസുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിലും ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 9 മണി 10 മണി മുതലൊക്കെ ആവും അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാൻ കഴിയുക. എന്തായാലും രാവിലെ തുറക്കുന്ന ചില കടകളും മറ്റുമൊക്കെ നഗരത്തിൽ പലയിടങ്ങളിലായി തുറന്നിട്ടുണ്ട്. പക്ഷേ സമരക്കാരൊക്കെ അല്പസമയം കഴിയുമ്പോൾ ഏതാണ്ട് 9 മണി മുതലൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഒരുപക്ഷെ കടകൾ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DCCയിൽ നിന്നും അവർ പ്രകടനമായി നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്താവും കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുക. എന്തായാലും രാവിലെ ഇപ്പോൾ നേരം പുലർന്നതേ ഉള്ളൂ. കടകളൊക്കെ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലാവും ഒരു ഹർത്താലിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുക. ദീർഘദൂര സർവീസുകൾ കൊണ്ട് ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് ബസ് സർവീസുകൾ പലതും നഗരം സ്പർശിച്ചാണ് പുറത്തേക്ക് പോകുന്നത്. വയനാട്ടിലേക്കും കണ്ണൂരിലേക്കും കാസർഗോഡിലേക്കും ഒക്കെ പോകേണ്ട ദീർഘദൂര ബസ് സർവീസുകളുണ്ട്. അതുകൊണ്ട് അത്തരം ബസ് സർവീസുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ആ സർവീസുകളെ സാരമായി സമരം ബാധിച്ചിട്ടില്ല. അവശ്യ സർവീസുകളെ ഒഴിവാക്കുമെന്ന് നേരത്തെ സമരക്കാർ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ 10 മണിയോടുകൂടി പ്രകടനവും മറ്റും ആരംഭിക്കുമ്പോഴാവും ഇതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലാക്കാൻ കഴിയുക. നിലവിൽ ജനജീവിതം ഏതാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കടകളും മറ്റുമൊക്കെ തുറക്കേണ്ട സമയമാകുമ്പോൾ സമരക്കാർ പുറത്തേക്ക് എത്തുമെന്ന് നമുക്ക് കണക്കൂട്ടുകയും ചെയ്യുക. എന്തായാലും 61 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണം കോൺഗ്രസിൽ നിന്ന് നഷ്ടമാവുന്നത്. അതും കോൺഗ്രസിൻ്റെ തന്നെ ആൾക്കാരായിരുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ ഭരണസമിതിയുടെ ഭാഗമായിരുന്നവരാണ് പുതിയ ഭരണം ഈ CPM സഹായത്തോടുകൂടി പിടിച്ചിരിക്കുന്നത്. അതിൽ 7 പേർ വിമതന്മാരും 4 CPM പ്രവർത്തകരായ ആളുകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. നേരത്തെ മുതൽ തന്നെ വലിയ ഒരു അട്ടിമറി പ്രതീക്ഷ ഈ CPM ഈ ബാങ്കിൽ വെച്ചു പുലർത്തിയിരുന്നു. വർഷങ്ങളായി തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നവരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് ചിലരെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുകയും അവർ വിമതർ എന്ന രീതിയിൽ തന്നെ ബാങ്കിന്റെ ഭരണം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബാങ്കിന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് നേരത്തെ മുതൽ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ അടക്കമുള്ളവർ ചേവായൂരിലെത്തി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയും ഈ വിമത പക്ഷത്തിന് നേരെ വലിയ തോതിലുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത്. കാരണം ബാങ്കിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടാൽ പിന്നീടുള്ള പ്രത്യാഘാതം അങ്ങേയറ്റം വലിയ ഭയാനകമാവും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പൊക്കെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ കണക്കുകൂട്ടിയ പോലെ തന്നെ ബാങ്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയം മുതൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഈ കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് ഇരുപക്ഷവും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, പരസ്പരം വാഹനങ്ങൾ തടയുന്ന സാഹചര്യം, വാഹനങ്ങൾ എറിഞ്ഞു തകർക്കുന്ന സാഹചര്യം, അങ്ങനെ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് പലവട്ടം ഇരു മുന്നണികളിലെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇതിനൊക്കെ അതിജീവിച്ചാണ് തെരഞ്ഞെടുപ്പ് പറയണം. അനീഷ, പകൽ അന്ത്യോളം പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണല്ലോ നമ്മൾ അവിടെ കണ്ടത്. എത്രത്തോളം വലിയ സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു അവിടെ, അല്ലേ? തീർച്ചയായും ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും ഒരിക്കലും അരങ്ങേറുന്നതല്ല ഇത്തരം സംഭവങ്ങൾ. ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും ഇത്തരം സംഘർഷങ്ങൾ കാണുന്ന ഒരു സാഹചര്യമില്ലോ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ബംഗാളിലൊക്കെ കണ്ടതിന് സമാനമായ ചില രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. കാരണം വോട്ട് ചെയ്യാൻ വരുന്നവരെ തിരിച്ചയക്കുക, കള്ളവോട്ടെന്ന് ആരോപിച്ച് പരസ്പരം പ്രത്യാരോപണങ്ങളുമായി
ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് വരിക, ഒപ്പം വാഹനങ്ങൾ തകരുക. 7 വാഹനങ്ങളാണ് ഇന്നലെ വിവിധ ഇടങ്ങളിലായി തകർത്തത്. പലവട്ടം ഈ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പോർവിളികളുമായി ഇരുപക്ഷവും രംഗത്തെത്തുക, ഇതിനുശേഷം ഹർത്താൽ പ്രഖ്യാപിക്കുക തുടങ്ങിയ അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം കോഴിക്കോട്ട് കേവലം ഒരു ബാങ്ക് മാത്രമല്ല ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ആദ്യത്തെ എ ക്ലാസ് ബാങ്കായി തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, ഏതാണ്ട് 100 കോടിക്ക് മേൽ ആസ്തിയുണ്ട്. 250 കോടിയിലധികം രൂപ വായ്പയായി തന്നെ ബാങ്ക് പുറത്തേക്ക് നൽകിയിരിക്കുന്നു. 6 ശാഖകൾ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായുണ്ട്. ഏതാണ്ട് കോഴിക്കോട് നഗരത്തിൽ മാത്രം 65 സെന്റ് സ്ഥലം സ്വന്തമായുണ്ട്. വിവിധ സൂപ്പർ മാർക്കറ്റുകൾ, നീതി മെഡിക്കൽ സ്റ്റോറുകൾ, സഞ്ചരിക്കുന്ന ATM തുടങ്ങി അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനം എന്ന രീതിയിൽ കോഴിക്കോട്ട് പ്രശസ്തമായ ബാങ്കാണ്. അതുതന്നെയാണ് ഈ ബാങ്കിനെ ചൊല്ലി ഇത്തരം രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്നതും രൂക്ഷമായ ഈ പ്രചാരണ പരിപാടികൾ നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിമത വിഭാഗത്തിന് തന്നെയാണ് ബാങ്കിന്റെ മേൽക്കൈ എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഈ ബാങ്കിലെ സഹകാരികളിൽ ഏറിയ പങ്കും. എങ്ങനെയും അവരിൽ നിന്ന് ബാങ്കിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മാത്രമാണ് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്യുന്നത്. CPM സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായൊരു ആയുധമാണ് ഈ വിമതർ വഴി ലഭിച്ചത്. കാരണം ഒരിക്കലും CPM ഭരണം പിടിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ബാങ്കാണ്. അവിടെയാണ് ഈ വിമതരുടെ സഹായത്തോടെ ഭരണത്തിൽ കയറാൻ, അല്ലെങ്കിൽ 4 അംഗങ്ങളെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുകയും ബാങ്കിന്റെ നിർണായകമായ ഭരണസമിതിയിൽ എത്തിപ്പെടാൻ കഴിയുകയും ചെയ്ത് CPM സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. എന്തായാലും വലിയ നിയമയുദ്ധങ്ങളിലേക്ക് ഈ ബാങ്ക് തെരഞ്ഞെടുപ്പ് നീങ്ങും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നാളെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മിന്നൽ ഹർത്താലുകളൊക്കെ നിരോധിക്കപ്പെട്ട ഒരു നാട്ടിൽ ഒറ്റ ദിവസത്തെ പോലും മുൻകൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന കാര്യങ്ങളടക്കമുള്ളവ കോടതിയിൽ ഉന്നയിക്കുമെന്ന് ഇടതുപക്ഷം പറയുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായതെന്നാണ് CPM ആരോപിക്കുന്നത്. കാരണം ഈ KPCC പ്രസിഡന്റ് അടക്കമുള്ള പ്രകോപനപരമായ പ്രസംഗം ഈ വോട്ടർമാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉള്ള ആഹ്വാനമായി വേണമായിരുന്നു കരുതാൻ. പക്ഷേ ഇതിനെയൊക്കെ തള്ളിയാണ് പ്രവർത്തകർ വലിയ തോതിൽ വോട്ട് എടുക്കാൻ വരികയും വിമതപക്ഷത്തെയും CPM-നെയും ചേർന്നുള്ള ജനാധിപത്യ സംരക്ഷണ മുന്നണി ജയിപ്പിച്ചതെന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ വാക്പോര് വരും ദിനങ്ങളിൽ തുടരും. ഒപ്പം നിയമ പോരാട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടരുക തന്നെ ചെയ്യും. ആര്യ, അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിൽ നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമായിരുന്നു. അവർക്ക് നേരിട്ട ഈ തോൽവി അത് വലിയ ആഘാതം തന്നെ പാർട്ടിക്ക് സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ സുധാകരൻ തന്നെ അവിടേക്ക് എത്തി ആ യോഗങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നലെ MK രാഘവൻ MP തന്നെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന് നയിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ വിഷയത്തിന്റെ കോൺഗ്രസ് കാണുന്ന ഒരു പ്രാധാന്യം എന്നുള്ളത്. എന്തായാലും LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ നേട്ടമാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ നിയമ വഴിയിലേക്ക് ഇവർ പോകുമ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഒരു നിയമ പോരാട്ടത്തിനൊപ്പം ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ജില്ലയിൽ ഈ വിഷയം മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കേവലം ഒരു സർവീസ് സഹകരണ ബാങ്കല്ല. ചേവായൂർ എന്നത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ്. 7 ബ്രാഞ്ചുകൾ, അതായത് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഇത്രയധികം ബ്രാഞ്ചുകൾ, ഒപ്പം സൂപ്പർ മാർക്കറ്റുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി വലിയ ഒരു ധനസ്രോതസ്സായി മാറിയിരിക്കുന്ന സ്ഥാപനമാണ്. കേവലം ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനപ്പുറം വലിയ തോതിലുള്ള നിക്ഷേപം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് ഉറപ്പില്ലാത്ത, കാരണം അത്രയധികം ആസ്തികൾ സ്വന്തമായുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. ഒപ്പം നമുക്കറിയാം ഈ കേവലം ബാങ്കിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, ഈ ബാങ്കിലെ നിയമനങ്ങൾ ഒരുപാട് ജീവനക്കാർ ബാങ്കിന്റെ സ്ഥാപനങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തങ്ങളുടെ പ്രവർത്തകരെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഈ അനുഭാവികളായ ആളുകൾക്ക് ജോലി നൽകുക, അല്ലെങ്കിൽ പ്രവർത്തകരെ ജോലിക്കായി പ്രവേശിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു ധനാഗമ മാർഗത്തിനപ്പുറം ഒരു പാർട്ടിക്ക് ഏറ്റവും ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥാപനമാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. അതാണ് പോയിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യം, അന്ന് KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, ഒപ്പം CG പ്രശാന്ത്, ഇപ്പോഴത്തെ പുതിയ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹമായിരുന്നു നേരത്തെയും പ്രസിഡന്റ്. അദ്ദേഹമൊക്കെ ഈ MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സജീവമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചില ചർച്ചകൾ
നടക്കുകയും ഈ ചർച്ചകൾക്കൊടുവിൽ ഈ സുബ്രഹ്മണ്യം അടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം DCC കൈക്കൊള്ളുകയായിരുന്നു. ഈ ഒരു തീരുമാനത്തെ ചൊല്ലിയാണ് ഈ ചേവായൂരിലെ ഒരു ഭരണസമിതിയിൽ, ഈ ബാങ്ക് ഭരണസമിതിയിൽ വരുന്ന അംഗങ്ങൾ ഒന്നടങ്കം ഒരു വിമത വിഭാഗമായി തിരിയുകയും അവർ കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയും CPM-ന്റെ ഒരു പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറിയത്. ബാങ്കിൽ നടത്തുന്ന ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ ബാങ്കിലെടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നു ഒരു ആക്ഷേപം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം നിരവധി ദിവസങ്ങൾ ഈ യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും ഒക്കെയായി ഈ ബാങ്കിന്റെ പടിക്കൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലപ്പോഴും ഈ സമരങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ഈ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവശേഷിക്കുന്ന സഹകാരികളെയെങ്കിലും പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് KPC പ്രസിഡന്റ് K സുധാകരൻ നേരിട്ടെത്തി ഒരു സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുകയും അതിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒപ്പം മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം. കാരണം ഈ ബാങ്കിന്റെ ഭരണം നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് കൈയും കെട്ടി നോക്കിയിരിക്കില്ല, ആരും സ്വസ്ഥമായി വീടുകളിൽ കിടന്നു ഉറങ്ങില്ല എന്നുവരെ അദ്ദേഹം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ, സംഘർഷമൊക്കെ ഇനിയും തുടരാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത ഉള്ളത്. ആര്യ, തീർച്ചയായും MS അനീഷ് കുമാറാണ് കോഴിക്കോട്